Good afternoon, everyone. Today, I'm just gonna talk about constants and special symbols. First, we can just go through the session shortly. The three C tokens, constants, special symbols, and strings. What are constants? Different types of constants. What is an integer constant and its three types? The detailed explanation of the three integer constants. What is a real constant? What is Mandisa E exponent and how can we represent it? The two types of character constant. What is special symbol and the examples of special symbols? And at last, what is backslash character constant? Then now we can start the class now. What are constant, special symbols and string? These three are C tokens from the 6 types. We know that there are mainly 6 types of C tokens. Constants, special symbols, strings are 3 of them. Then we can detailedly talk about these 3 C tokens. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയാം 3 C tokens ആണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും 6 C tokens ഉണ്ട്, 6 C tokens ഉണ്ട്. അതിൽ 3 C tokens ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. Then first we can talk about what are constant. എന്താണ് constant? Constant എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഫിക്സ്ഡ് ആണ്. അത് നമ്മളൊരു പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫിക്സഡ് വാല്യൂവിന് ഒരിക്കലും ചേഞ്ച് വരുന്നില്ല. ഇങ്ങനത്തെയുള്ള വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റൻസ്. അപ്പോൾ എൻ്റെ മീനിങ് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നമ്പർ, ഒരു ഡിജിറ്റ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഇൻപുട്ടായിട്ട് കൊടുത്തു. അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത ആ സെയിം ക്യാരക്ടർ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. കോൺസ്റ്റൻസ് ആർ ഫിക്സഡ് വാല്യൂസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. നമ്മൾ ഒരു പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ്? മെയിൻലി സെയിങ് ദർ ആർ 2 types of constant, numeric constant and character constants. Numeric constants are of 2 types, integer constants and real constant. Character constants was also of 2 types, single character constants and string character constants. String constants. Then നമ്മൾ പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ട്. മെയിൻലി സെയിങ് നമുക്ക് 2 types ഓഫ് കോൺസ്റ്റൻസ് ആണുള്ളത്, ന്യൂമറിക്കും ക്യാരക്ടറും. ന്യൂമറിക്ക് 2 types ഉണ്ട്, ഇൻറ്റീജറും റിയലും. അതുപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റൻസും 2 ടൈപ്പാണുള്ളത്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ സ്ട്രിങ് കോൺസ്റ്റൻറ്റും. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്? എന്താണ് ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്? An integer constant refers to a sequence of digits. Integer constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റ്സിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ ഒരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എന്ന്. ഡിജിറ്റ്സിൻ്റെ ഒരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. ഈ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് മെയിൻലി ഓഫ് 3 types, ഡെസിമൽ ഇൻറ്റീജർ, ഒക്ടൽ ഇൻറ്റീജർ ആൻഡ് ഹെക്സാഡെസിമൽ ഇൻറ്റീജർ. ഈ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് 3 types ആണുള്ളത്, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിജിറ്റ്സിൻ്റെ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇടയിൽ സ്പേസസോ അതുപോലെ തന്നെ കോമാസോ അതുപോലെ തന്നെ നോൺ ഡിജിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ലെറ്റേഴ്സോ സ്പെഷ്യൽ സിമ്പിൾസോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ
നമുക്ക് ഓരോ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓരോ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റാണ് നമ്മൾ പറഞ്ഞത് ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. എന്താണ് ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്? ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം, ഇൻറ്റീജർ നമ്പേഴ്സ് ആണെന്ന് അറിയാം. എന്ത് നമ്പേഴ്സ്? നമുക്ക് 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് അതിൽ യൂസ് ചെയ്യാം. ആ നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ, ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് പ്രൊസീഡിംഗ് ആയിട്ട് പ്ലസ് സൈനോ മൈനസ് സൈനോ യൂസ് ചെയ്ത് നമുക്ക് ആ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് വെറുതെ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. എ ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് എനി കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ടേക്കൺ ഫ്രം ദി സെറ്റ് 0 to 9 preceded by a optional sign. ഓപ്ഷണൽ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓപ്ഷണൽ സൈൻ മൈനസ് ഓ പ്ലസ്. ഇനി ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 743, 123, -321. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ട്, പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ട്, +78. ദെൻ നെക്സ്റ്റ് ആണ് ഒക്ടൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഒക്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം 8നെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ഒക്ടൽ. അപ്പോൾ ഇതിലെ നമ്പേഴ്സിന് ഡെസിമലിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായിരിക്കും അത്? ഡെസിമലിൽ നമ്മൾ 0 തൊട്ട് 9 വരെയുള്ള സെറ്റ്സ് ഓഫ് കോമ്പിനേഷൻ, ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒക്ടലിൽ നമുക്ക് 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷൻ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഈ നമ്പേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 0 തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എഴുതിയതിന് ശേഷം മാത്രമേ ബാക്കി നമ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എല്ലാ കോമ്പിനേഷൻ്റെയും പ്രൊസീഡിങ് ഫസ്റ്റിൽ 0 യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഒക്ടൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0, 037, 0743, 0551. ഡെഫിനേഷൻ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആൻ ഒക്ടൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് എനി കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ടേക്കൺ ഫ്രം ദി സെറ്റ് 0 to 7. ഹൗവർ ദ ഫസ്റ്റ് ഡിജിറ്റ് മസ്റ്റ് ബി 0. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ ഫസ്റ്റ് ഡിജിറ്റ് മസ്റ്റ് ബി 0 ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റൻറ്റ്സ് ആസ് ഒക്ടൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സീറോസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്? അത് ഒക്ടൽ ഇൻറ്റീജർ ആണ് അല്ലെങ്കിൽ ഒക്ടൽ നമ്പർ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 പ്രൊസീഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് കൊടുക്കുന്നത്. സം എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു, നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് ഹെക്സാഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. എന്താണ് ഹെക്സാഡെസിമൽ ഇൻറ്റീജർ? അപ്പോൾ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞ വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ അതിനുണ്ടായിരിക്കണം. ആ ക്യാരക്ടറാണ് 0x. എന്താണ് ആ ക്യാരക്ടർ? 0x. അപ്പോൾ നമ്മൾ 0x പ്രൊസീഡിങ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിജിറ്റ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്ററും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0x അത് വേണം നമുക്ക് പ്രൊസീഡിങ് ബിഗിനിങ്ങിൽ നമ്മളത് കൊടുത്തിട്ട് വേണം ബാക്കി ലെറ്റേഴ്സ് എഴുതാൻ. ഇതിനും ഡെസിമലിൻ്റെ പോലെ തന്നെയാണ്, ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് പോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. 0 തൊട്ട് 9 വരെയുള്ള സെറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഡിജിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല A to F വരെയുള്ള ലെറ്റേഴ്സ് നമ്മളിതിൽ യൂസ് ചെയ്യും. അപ്പോൾ എന്തിനായിരിക്കും അത് യൂസ് ചെയ്യേണ്ടാവുക? അതും നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A to F വരെയുള്ള ലെറ്റേഴ്സ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെറ്റേഴ്സ് നമ്മൾ A to F വരെയുള്ള യൂസ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പറ്റുക അപ്പർ കേസും യൂസ് ചെയ്യാം, ലോവർ കേസും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് A എന്ന് പറയുന്നത് 10നെ റെപ്രസെൻ്റ് ചെയ്യും, B 11, C 12, അങ്ങനെ F 15നെ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഹെക്സാഡെസിമലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എ സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ബിഗിനിങ് വിത്ത് 0x. എന്നാണ് തോന്നുന്നത് 0 ആണ് കേട്ടോ. 0x ഈസ് കൺസിഡേർഡ് ആസ് എ ഹെക്സാഡെസിമൽ ഇൻറ്റീജർ. 0x നമ്മൾ ഫസ്റ്റ് കൊടുത്താൽ മാത്രമേ അത് ഹെക്സാഡെസിമൽ ഇൻറ്റീജർ ആവുകയുള്ളൂ. ഇറ്റ് ക്യാൻ ദെൻ ബി ഫോളോഡ് അതിന് ശേഷം by any combination of digits taken from the sets 0 to 9 and A to F, either uppercase or lowercase. The letter A to F represent the decimal numbers 10 to 15.
10 to 15 വരെയുള്ള നമ്പേഴ്സാണ് ഈ ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ള കുറച്ച് ഹെക്സാഡെസിമൽ കോൺസ്റ്റൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 0x നമുക്ക് തന്നെ എഴുതാം, 0x2, ദെൻ 0x ABCD ലെറ്റേഴ്സ് മാത്രമായിട്ട് യൂസ് ചെയ്തിരുന്നു. 0x ABCD, A എന്ന് വെച്ചാൽ 10, B 11 അങ്ങനെ. ദെൻ 0x9F, F എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇൻറ്റീജർ കോൺസ്റ്റൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഡെസിമലിൽ നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ഡെസിമലിൽ 0 തൊട്ട് 9 വരെയുള്ള കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് മൈനസ് സൈൻ നമുക്ക് ഓപ്ഷണലായിട്ട് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. ഒക്ടലിൽ നമ്മൾ 0 തൊട്ട് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് 7 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഹെക്സാ ഡെസിമലിൽ 0x തൊട്ട് നമ്മൾ പ്രൊസീഡിംഗ് ആയിട്ട് വെക്കണം. എന്നിട്ട് അതിനുശേഷം 9 വരെയുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ A to F വരെയുള്ള ലെറ്റേഴ്സോ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻസ് ആണ്. ഒക്ടലും ഹെക്സാ ഡെസിമലും നമ്മൾ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് നമ്മൾ ഈ ഹെക്സാ ഡെസിമൽ അല്ലെങ്കിൽ ഒക്ടൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ പ്രോഗ്രാമിങ്ങിൽ. ദെൻ ഇപ്പോൾ നമ്മൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് പരിചയപ്പെട്ടു. ദെൻ നെക്സ്റ്റ് ന്യൂമറിക് കോൺസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് റിയൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് റിയൽ കോൺസ്റ്റൻറ്റ്? അപ്പോൾ ന്യൂമറിക് കോൺസ്റ്റൻറ്റ് 2 ടൈപ്സ് വരാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൽ ചില ക്വാണ്ടിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്തായിരിക്കും ആ ക്വാണ്ടിറ്റീസ്? നമുക്കറിയാം ചില ക്വാണ്ടിറ്റീസ് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രൈസസ്, വില, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റീസാണ്. ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് ഇൻറ്റീജർ നമ്പർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് ഇൻറ്റീജർ കോൺസ്റ്റൻസിന് നമ്മൾ യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെയുള്ള ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രാക്ഷണൽ പാർട്സാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെസിമൽ നൊട്ടേഷൻസ് ആണ് യൂസ് ചെയ്യുക. ഈ ഡെസിമൽ നൊട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിയൽ കോൺസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീജർ നമ്പേഴ്സ് ആർ ഇൻഅഡിക്വേറ്റ് ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ദാറ്റ് വേരി കണ്ടിന്യൂസ്ലി സച്ച് ആസ് ഡിസ്റ്റൻസ്, പ്രൈസസ് ആൻഡ് സോ ഓൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസും പ്രൈസസും പോലെയുള്ള ക്വാണ്ടിറ്റീസ് വാരി ചെയ്യുന്നു. ദിസ് ക്വാണ്ടിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഫ്രാക്ഷണൽ പാർട്സ്. ഈ ക്വാണ്ടിറ്റീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്സ് യൂസ് ചെയ്തിട്ടാണ്. സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് റിയൽ കോൺസ്റ്റൻസ്. ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റൻസിന് വേറൊരു പേരും കൂടി നമ്മൾ വിളിക്കും, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്നും നമ്മളിതിനെ വിളിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 215, 0.95, -7.1 എക്സെട്ര. അപ്പോൾ ഈ ഡെസിമൽ നൊട്ടേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേതിലെ പോലെ തന്നെ പ്ലസ് സൈനോ മൈനസ് സൈനോ നമുക്ക് പ്രിസീഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്, അല്ലാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ടൈപ്സിൽ നമ്മൾ ഡെസിമൽ നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേൽ നമ്മൾ നമ്പറിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഡെസിമൽ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തു. തേർഡിൽ നമ്മൾ മിഡിലിൽ യൂസ് ചെയ്തു. അപ്പോൾ നമുക്കിതിൽ 3 ടൈപ്പിൽ യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ അവസാനം നമുക്ക് ഡെസിമൽ നൊട്ടേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ മിഡിലായിട്ടോ നമുക്ക് ഈ ഡെസിമൽ നൊട്ടേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് റിയൽ കോൺസ്റ്റൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ആണ് എന്താണ് മാൻഡിസ ഇ എക്സ്പോണൻറ്റ്. വാട്ട് ഈസ് മാൻഡിസ ഇ എക്സ്പോണൻറ്റ്? അപ്പോൾ എക്സ്പോണൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് എക്സ്പോണൻറ്റ്? നമ്മൾ കേട്ടിട്ടുണ്ട് 10⁻1, 10⁻2, 10⁻3. എന്താണ് ഈ റേസ് ടു വരുന്ന ലെറ്റേഴ്സ് അല്ല റേസ് ടു വരുന്ന നമ്പേഴ്സ്. 10⁻1, 10⁻2, 10⁻3. ആ 10⁻1 1, അല്ലെ 10⁻2 2, 10⁻3 3, അതാണ് എക്സ്പോണൻസ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. റേസ് ടു വരുന്ന ആ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻസ്. അപ്പോൾ എന്താണ് മാൻഡിസ ഈ എക്സ്പോണൻ്റ് ആയിരിക്കാം? ഇറ്റ് ഈസ് ദ വേ ദാറ്റ് റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ആസ് എക്സ്പോണൻഷ്യൽസ്. നമ്മൾ ഒരു റിയൽ നമ്പറിനെ എക്സ്പോണൻഷ്യൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ വേയാണ് എന്ത്? മാൻഡിസ ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കാം? അത് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ. 715 crores റിട്ടേൺ ആസ് 75E8 or 75E8. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ ഇയും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അപ്പർ കേസും ലോവർ കേസും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇ
അപ്പോൾ നമ്മൾ 715 ക്ലോസിനെ നമ്മൾ എങ്ങനെയാണ് 75 ആക്കിയത്? ഇപ്പം നമ്മളിതൊരു മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 75 ഇൻറ്റു 10⁸8. അപ്പോൾ 10ൻ്റെ റേസ്റ്റ് വരുന്നത് എത്രയാണ്? 8. അപ്പോൾ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് 8. അതാണ് നമ്മളിവിടെ എഴുതിയാണത് 75 ഇപ്പം നമുക്കിത് വേണമെങ്കിൽ ഇപ്പം നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീജർ യൂസ് ചെയ്തിട്ടാണ്. ഇൻറ്റീജർ നമ്പറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ നൊട്ടേഷനായിട്ടും യൂസ് ചെയ്യാം. മാൻഡിസ നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ നൊട്ടേഷനായിട്ടും യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാം? അപ്പോൾ ഇവിടെ 7.5 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് എഴുതും? നമുക്ക് ഈ 8ന് എഴുതാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. ഇവിടെ ഒരു പോയിൻ്റ് മാറി, ഒരു പോയിൻ്റ് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7.5 ഇൻറ്റു 10⁹9. അപ്പോൾ എങ്ങനെ വരും? 7.5 ഈ 9 എന്ന് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദ മാൻഡിസ ഈസ് ഐദർ എ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ നൊട്ടേഷൻ ഓർ ആൻ ഇൻറ്റീജർ. മാൻഡിസ പറയുന്ന ഈ റിയൽ നമ്പർ നമുക്കൊന്നില്ലെങ്കിൽ ഡെസിമൽ നൊട്ടേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റീജർ യൂസ് ചെയ്തും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ വേറൊരു കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനെ മാൻഡിസ ഈ എക്സ്പോണൻ്റ് എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ഈ നടുവിൽ വരുന്ന പാട്ട് അത് നമ്മളിവിടെ എഴുതുന്നുണ്ട്. 75 എന്ന് പറയുന്ന ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൻഡിസ. എക്സ്പോണൻ്റ് ആണ് 8. അതാണ് മാൻഡിസ ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ 10⁸8 അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്പർ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്ക് മുമ്പ് അതിനെ വിളിക്കുന്ന പേരാണ് മാൻഡിസ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ മാൻഡിസ ഈ എക്സ്പോണൻ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെട്ടു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ 2 ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആൻഡ് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്? അപ്പോൾ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടാവുക കോൺസ്റ്റൻസ് ആയിട്ട്. അത് മാത്രമല്ല ഈ സിംഗിൾ ക്യാരക്ടേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് സിംഗിൾ കോഡ്സിലായിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സിംഗിൾ ക്യാരക്ടർ സിംഗിൾ കോഡ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിനെ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് എ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് സിംഗിൾ കോഡ് മാർക്സ്. അപ്പോൾ എന്താണത്? സിംഗിൾ ക്യാരക്ടർ സിംഗിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 സിംഗിൾ കോഡ്സിൽ G, അതുപോലെ തന്നെ കോളൻ. അപ്പോൾ ഇത് 3 നമ്മളിവിടെ കണ്ടു. അപ്പോൾ നമ്മളിവിടെ നമ്പർ യൂസ് ചെയ്തു, ലെറ്റർ യൂസ് ചെയ്തു, സ്പെഷ്യൽ സിംബലും യൂസ് ചെയ്തു. ഇത് 3 നമുക്ക് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സിംഗിൾ കോഡ്സിലായിരിക്കണമെന്ന് മാത്രം. ദെൻ എന്തായിരിക്കും സ്ട്രിംഗ് കോൺസ്റ്റൻറ്റും സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്? എന്തായിരിക്കും സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്? സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ക്യാരക്ടേഴ്സോ നമ്മൾ ഡബിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആ ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസും ആയിരിക്കാം. എന്തായാലും നമ്മളത് ഡബിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്. ഇത് ഡബിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദ ക്യാരക്ടേഴ്സ് മേ ബി ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ബ്ലാങ്ക് സ്പേസ്. ലെറ്റേഴ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ബ്ലാങ്ക് സ്പേസ് ആയിരിക്കാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ, അതിനുശേഷം ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് ഡബിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യണം. ദെൻ 2345 ഡബിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്തേണു. ദെൻ ഹാപ്പി ഡേയ്സ്, ദെൻ എക്സ് സിംഗിൾ ക്യാരക്ടറും യൂസ് ചെയ്തേണു. അപ്പോൾ നമ്മളിതിൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റും ഈ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടു. മറ്റേതിൽ നമ്മൾ പറഞ്ഞു സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ കോമാസ്, അതുപോലെ തന്നെ നോൺ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ നോൺ ഡിജിറ്റ് കോൺസ്റ്റൻസ് ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിൽ നമ്മൾ നോൺ ഡിജിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ സ്പേസ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 5 തന്നെ നമ്മൾ പ്രോഗ്രാമിന് കൊടുക്കും, അതുപോലെ തന്നെ നമ്മൾ 5 സിംഗിൾ കോഡ്സിനും കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയുന്നതാണ് 5 എടുത്തിട്ട് 5 നമ്മൾ സിംഗിൾ കോഡ്സിലും കൊടുക്കും. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം അല്ല എന്നർത്ഥം. നമ്മൾ 5 തന്നെ കൊടുക്കുന്നതും 5 സിംഗിൾ കോഡ്സും കൊടുക്കുന്നതും തമ്മിൽ ഡിഫറെൻറ്റ് മീനിങ് ആണ്. 5നെ റെപ്രസെൻറ്റ് ചെയ്യുക സിംഗിൾ കോഡ്സിൽ നമ്മൾ 5 കൊടുക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് മീനിങ്, ഡിഫറെൻറ്റ് ക്യാരക്ടറിനെ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ സിമ്പിൾസ്. എന്താണ് സ്പെഷ്യൽ സിമ്പിൾസ്? അപ്പോൾ സിമ്പിൾസിന് ഓരോ സ്പെഷ്യൽ മീനിങ്സ് ഉണ്ട്. ഓരോ സിമ്പിൾസിനും ഓരോ സ്പെഷ്യൽ മീനിങ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമ, കോളൻ, സെമി കോളൻ, പ്ലസ് സൈൻ, മൈനസ് സൈൻ, ക്വസ്റ്റ്യൻ മാർക്ക്, പാരന്തസിസ്, ബ്രാക്കറ്റ്സ്, ബ്രേസസ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസ്. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് പ്രത്യേകം ഓരോ മീനിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പ്ലസ് സൈൻ ഒന്നിൻ്റെ സമപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലസ് ആയിട്ടുള്ള നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡൗട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ മാർക്ക്. അതുപോലെ തന്നെ ബ്രാക്കറ്റ്സ്, ബ്രേസൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സൂചനാത്മകമായിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്പേഴ്സ് നമ്മൾ ബ്രാക്കറ്റ്സിൽ കൊടുക്കും. അങ്ങനെ നമ്മൾ സെറ്റ്സ് എഴുതാൻ വേണ്ടി ബ്രേസസിൽ കൊടുക്കും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കോമ നമ്മളൊരു പ്രത്യേക ക്യാരക്ടർ കഴിഞ്ഞ് ഒരു ഡിഫറെൻറ്റ് ചെറുതായിട്ടൊരു പാർട്ടീഷൻ വരുത്തുമ്പോൾ നമ്മൾ കോമാസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോളൻസ് യൂസ് ചെയ്യും ഡിഫറെൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കൂടിയുണ്ട്. അതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇട്ടാണത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇടാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തായിരിക്കും ഈ \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്? ഇത് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് സി സപ്പോർട്ട്സ് സം സ്പെഷ്യൽ \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഈ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഫങ്ഷൻസിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഒരു ഫങ്ഷൻ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. ആ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള യൂസേജ് നമുക്ക് മനസ്സിലാവുന്നത് ഔട്ട്പുട്ടിലായിരിക്കും. ഔട്ട്പുട്ട് ഫംഗ്ഷനിലാണ് നമുക്കതിൻ്റെ കറക്റ്റ് ആ അപ്ലിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ദാറ്റ് കോൺസ്റ്റൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രോഗ്രാമിങ്ങിൽ. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് /n. സിംഗിൾ കോഡ്സിൽ /n നമ്മൾ യൂസ് ചെയ്യും. എന്തിനാണ് നമ്മൾ /n യൂസ് ചെയ്യുന്നത്? അത് നമ്മളൊരു ലൈൻ, അല്ലെങ്കിൽ ആ ലൈൻ പുതിയതായിട്ട് ഒരു ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /n യൂസ് ചെയ്യുന്നത്. ഈ /nൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് യൂസ് ആവുന്നത് ഔട്ട്പുട്ടിലാണ്. നമുക്കത് യൂസ് ആവുള്ളൂ. ഔട്ട്പുട്ടിലാണ് അത് യൂസ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് /n. മെയിനായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്? ഒന്നില്ലെങ്കിൽ ചോദിക്കാം വാട്ട് ആർ കോൺസ്റ്റൻറ്റ്സ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം വാട്ട് ആർ കോൺസ്റ്റൻറ്റ്സ്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ആർ കോൺസ്റ്റൻറ്റ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ 5 മാർക്സിന് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ്സ് ഏതൊക്കെയാണ്, ടു ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ചോദിക്കാം. 2 മാർക്സിനോ 1 മാർക്സിനോ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് എൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, എന്താണ് ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ 3 ടൈപ്സ് അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം 5 മാർക്സിന്. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോന്ന് എടുത്ത് ചോദിക്കാം എന്താണ് ഡെസിമൽ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, അത് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം എക്സാമ്പിൾ വെച്ച്. അപ്പോൾ നമ്മൾ എന്ത് ഡെഫിനേഷൻ എഴുതുമ്പോൾ എക്സാമ്പിൾ യൂസ് ചെയ്ത് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് റിയൽ കോൺസ്റ്റൻറ്റ്. എന്താണ് റിയൽ കോൺസ്റ്റൻറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. പിന്നെ എന്താണ് മാൻഡിസ ഈ എക്സ്പോണൻറ്റ്, നമ്മൾ ഏതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹൗ ക്യാൻ ബി റെപ്രസെൻറ്റ് മാൻഡിസ ഈ എക്സ്പോണൻറ്റ്, അങ്ങനെ ചോദിക്കാം. പിന്നെ എന്താണ് ടു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്സ്, അതിൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിംഗിളായിട്ട് ചോദിക്കാം 1 മാർക്സിനോ 2 മാർക്സിനോ. അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് ചോദിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാം. എന്താണ് \ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, അതും മറ്റ് 2 ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
These all are important. So thank you. Thank you everyone. Thank you for hearing my class with patience. Thank you all.